OGM ജോൺ സംസാരിക്കുന്നുണ്ട്. ആർജിച്ച അവസരങ്ങൾ പരീക്ഷാ ക്രമക്കേടുകളുടെയും ഭരണപരമായ വീഴ്ചകളുടെയും ഫലമായി പ്രതികൂലമായി ബാധിക്കപ്പെട്ട സാഹചര്യം അത്യന്തം ഖേദകരവും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ അവസരത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ്. ഇത്തരം ആവർത്തിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിലവിലെ കേന്ദ്രീകൃത പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും സമീപകാലത്ത് ദേശീയ പരീക്ഷാ ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംഘടിപ്പിച്ച നീറ്റ് UG, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് UGC CSIR പരീക്ഷകൾ ഉൾപ്പെടെയുള്ള വിവിധ ദേശീയതല പ്രവേശന പരീക്ഷകളിലും അതോടൊപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന നിയമന പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷകൾ റദ്ദാക്കൽ, സാങ്കേതിക സുരക്ഷാ വീഴ്ചകൾ, അതോടൊപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടത്തുന്ന നിയമന പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷകൾ മാറ്റിവെക്കൽ, റദ്ദാക്കൽ, സാങ്കേതിക തകരാറുകൾ, സുരക്ഷാ വീഴ്ചകൾ, ഭരണപരമായ അനാസ്ഥ എന്നിവ ആവർത്തിച്ചുണ്ടായിട്ടുള്ളതും CBSE +2 പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകളും രാജ്യത്തെ പ്രവേശന നിയമ പരീക്ഷാ സംവിധാനത്തിൽ ഘടനാപരവും ഭരണപരവുമായ ഗുരുതര പോരായ്മകൾ നിലനിൽക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും സംഘടിത പരീക്ഷാ ക്രമക്കേട് ശൃംഖലയെയും കണ്ടെത്തി അവരുടെ മേൽ മാതൃകാപരമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഭരണപരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർണയിച്ച് നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുകയും പരീക്ഷാ നടത്തിപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും സാങ്കേതിക സുരക്ഷയും സ്വതന്ത്ര മേൽനോട്ടവും നിർബന്ധമാക്കുന്ന സമഗ്രമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കേണ്ടി വന്ന ദാരുണ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ജീവനും അന്തസ്സും വിദ്യാഭ്യാസ അവകാശവും സംരക്ഷിക്കുകയും വിശ്വാസ്യതയുള്ള പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ സംയുക്ത പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണെന്ന വസ്തുത പരിഗണിച്ചും ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാനിച്ചും ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതമായി പരിഗണിക്കുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സംരക്ഷിക്കുകയും ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിനാവശ്യമായ അടിയന്തരവും ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താക്കേണ്ടതാണ്. ഇതിനകത്ത് 3 ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ V മുരളീധരൻ. ശ്രീ പ്രേംകുമാർ, 2 മിനിറ്റ്. വിദ്യാഭ്യാസത്തിന്റെ ഫെഡറൽ സ്വഭാവം ഇല്ലാതാക്കി കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചതിന്റെ ഫലമാണ് ഈ നീറ്റ് വിഷയം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അതിന്റെ പ്രാധാന്യത്തിലും ഗൗരവത്തിലും കണ്ട് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. എന്നാൽ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ 26/6/2024 നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ച് നടക്കുന്ന ക്രമക്കേടിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു OGM ജോൺ.